നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL-ൽ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ് മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്കൊപ്പം അനൂപ് ഷൺമുഖൻ, ഒപ്പം മുഹമ്മദ് ജസീം. അനുപേട്ട, ഒരു ബൗളർമാർ വരിഞ്ഞു മുറുക്കിയൊരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ. കുറച്ച് നാളായിട്ട് ബാറ്റർമാർ വലിയ മേധാവിത്വം കാണിക്കുന്നത്. ഒട്ടുമുമ്പത്തെ മത്സരം ഒരു സെഞ്ചുറി വരുന്ന മത്സരം കൂടിയായിരുന്നു ഓർക്കണം. ആ സമയത്താണ് ലക്നൌവിലെ ഏകാന പിച്ചിൽ, നമുക്കറിയാം, ഒരു റെഡ് സോയിൽ പിച്ചാണ്. ബാറ്റിംഗ് വളരെയധികം ദുഷ്കരമായൊരു പിച്ചാണ്. അവിടെ ഒരു 160 ടാർഗറ്റ് വെക്കുകയാണ് രാജസ്ഥാന്. പക്ഷേ ലക്നൌവിനത് ജയിക്കാമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മത്സരം കളഞ്ഞു കുളിച്ചതായിരുന്നു. അവർ എങ്ങനെയായിരുന്നു മത്സരത്തെ വിലയിരുന്നത്? ജേഷ് പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്. ഈ IPL എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം കരുതുന്നത് എന്താ, ബാറ്റ്സ്മാൻമാരുടെ പർദീസയാണ്, അവരുടെ മാത്രം കുത്തകയാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ വല്ലപ്പോഴും ഒക്കെ ഒരിക്കൽ വീണ് കിട്ടുന്ന ഒരു പുതുമഴ പോലെയുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ്, ഇന്നത്തെ മത്സരം ബൗളർമാർ തൂക്കിയെന്ന് തന്നെയാണ് ആ മോഡേൺ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പവർ പ്ലേയിൽ അടക്കം 3 വീതം വിക്കറ്റുകൾ 2 ടീമുകൾക്ക് നഷ്ടമാകുന്ന ഒരു കാഴ്ച കാണുന്നു. അവിടെ നിന്നൊരു ചെറിയ ഫൈറ്റ് കാണുന്നു. അവസാന ഓവറിലെ കത്തിക്കയറിനൊടുവിൽ ഒരു ടോട്ടലിലേക്ക് വരുന്നു, ഒരു ഫൈറ്റിംഗ് ടോട്ടലിലേക്ക് വരുന്നു. പക്ഷേ മറുഭാഗത്ത് അതേ തിരിച്ചടി നേരിടുന്നു. നമ്മൾ രാജസ്ഥാൻ്റെ ഒരു മത്സരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയിരുന്നത് സഞ്ജു സാംസനെ ആയിരുന്നെങ്കിൽ, ഈ സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലടക്കം നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താണ്, രാജസ്ഥാൻ നോക്കിയ സൂര്യവംശി തന്നെയാണ്. ആ സൂര്യവംശിയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാജസ്ഥാൻ UP-യിലെ ലക്നൌവിലെ കാണികൾ പോലും കാത്തിരുന്നത്. പക്ഷേ അദ്ദേഹം നിരാശപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. ചോദ്യം ഉയരുന്നുണ്ട്, സൂര്യവംശി എക്സ്പോസ്ഡ് ആയോ എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകൾ വന്നിട്ടുണ്ടോ എന്ന്. അല്ല, അത് ശരിക്കും അതല്ല. സത്യത്തിൽ അദ്ദേഹം ആക്രമണകാരിയായിട്ടുള്ളൊരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ഏത് പന്തിനെ അടിച്ച കളയാൻ അദ്ദേഹം ശ്രമിക്കുകയും ഇതുവരെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ഇന്നലെ മൊത്തം നമ്മൾ ആദ്യം പറഞ്ഞ ബൗളർമാരുടെ ഒരു ധനം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൂടി പിഴയ്ക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മൊഹസിൻ ഖാൻ എറിഞ്ഞ ഒരു മെയ്ഡൻ, സൂര്യവംശിക്കെതിരെ ഒരു മെയ്ഡൻ വിക്കറ്റ് എന്നുള്ള ഒരു നേട്ടം. അദ്ദേഹത്തിൻ്റെ IPL കരിയറിൽ ആദ്യമായിട്ടാണ് സൂര്യവംശിക്കെതിരെ ഒരു താരം മെയ്ഡൻ ഓവർ എറിയുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അവിടെ തുടങ്ങുന്നു കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. പിന്നീട് തിരിച്ചു വരുമ്പോൾ മറുഭാഗത്ത് നിന്നും അങ്ങനെയുള്ള അറ്റാക്ക് വരുന്നു. ഇന്നലത്തെ വിക്കറ്റ് വേട്ട എടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ്റെ എല്ലാ ബൗളർമാരും, പന്തെറിഞ്ഞ എല്ലാവരും, ജോഫ്ര ആർച്ചർ ലീഡ് ചെയ്യുന്നുണ്ട് 3 വിക്കറ്റുമായിട്ട്. മെർഗർ 2 വിക്കറ്റ് എടുക്കുന്നു, ബാക്കിയുള്ളവരും പിന്തുണയ്ക്കുന്നു ഓരോ വിക്കറ്റുമായിട്ട്. മറുഭാഗത്തും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു തിരിച്ചടി തുടക്കത്തിൽ നേരിടുന്നു. അതിനുശേഷം ഉള്ള അവസാന ഘട്ടത്തിലെ ചില കൂട്ടപ്പൊരിച്ചിലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും സന്തോഷം പകരുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ബൗളർമാർക്ക് വേണ്ടി കൂടി സംസാരിക്കാൻ നമുക്ക് ഒരു മത്സരം വരുന്നു എന്നുള്ളതാണ്. അതിൽ 2 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു കാര്യം സംശയത്തിലായിരുന്നു. അതായത് കഴിഞ്ഞ സീസണുകൾ അവർ തുടരുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുറച്ച് മത്സരങ്ങൾ ആദ്യം തന്നെ ജയിച്ച് ഹൈപ്പുണ്ടാക്കുക, പിന്നീട് തുടരെ തോൽക്കുക എന്നുള്ളത്. പക്ഷേ അതല്ല, ഇവിടെ ഒരു കംബാക്കിൻ്റെ ലക്ഷണം കൂടി അവർ കാണിക്കുന്നു. പോയിൻ്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതാണ്ട് ഒരു ഹാഫ് വേ പിന്നിട്ടിരിക്കുന്ന സീസണിൽ ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആകാംക്ഷയോട് നോക്കുന്നത് ഒരു പക്ഷേ പ്ലേ ഓഫിലേക്ക് ആരൊക്കെ വരും എന്നുള്ളതാണ്. അവിടെ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരം ബൗളർമാരുടെ ഒരു മത്സരം എന്നുള്ള നിലയിൽ ഏറ്റവും സന്തോഷം പകരുന്നൊരു കാഴ്ചയാണ്. ഒപ്പം ചില ബാറ്റിംഗ് പ്രകടനങ്ങൾ കൂടിയുണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് കൂടുതൽ ഇത്തരത്തിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് ലോ സ്കോറിംഗ് മാച്ചുകൾ കൂടി വന്നു കഴിഞ്ഞാൽ IPL കൂടുതൽ ആവേശഭരിതമാകില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ള കാര്യം, ലക്നൌവിൽ ഇന്നലത്തെ ചൂടും താപനില എന്ന് പറയുന്നത് 40 ഡിഗ്രിയോളമായിരുന്നു. പക്ഷേ ആ കണ്ടീഷനിലും പേസർമാർ ഉജ്ജ്വലമായിട്ട് പന്തെറിഞ്ഞു, നല്ല വേരിയേഷൻസ് വരുത്തി എന്നുള്ളത് കൂടി നമ്മൾ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ 160 എന്ന് പറയുന്നത് അത്ര ഭയങ്കരമായ ടോട്ടലല്ല, പക്ഷേ പിച്ചിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നല്ല ടോട്ടൽ തന്നെയാണ്. എന്നാൽ പോലും അവർക്ക് പിടിക്കാവുന്ന സ്കോർ ഉണ്ടായിരുന്നുള്ളൂ. മിച്ച് മാർഷ് ഒഴികെ വേറെ ഒരു താരം പോലും, ലക്നൗ താരം പോലും ഒരു ആത്മാർത്ഥതയോടെ ബാറ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ലക്നൗവിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള അവരുടെ 4ാമത്തെ തോൽവിയിലേക്കും തള്ളിവിട്ടതല്ലേ. അതായത് ഈ ലക്നൗ ഇന്നലെ എങ്ങനെ തോൽക്കുക എന്നുള്ളത് ഗവേഷണം ചെയ്ത് കളിച്ച പോലെ ഇന്നലെ തോന്നി. കാരണം ആ രീതിയിലാണ് അവരുടെ കളി. അത് കയ്യിലുണ്ടായിരുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന കളിയാണ് അവർ കളഞ്ഞു കുളിക്കുന്നത്. അതായത് കയ്യിലേക്ക് വരുതിയിലേക്ക് വരുത്താമായിരുന്ന, കാരണം ആ രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ബൗളിങ്ങിൽ. ഇപ്പോൾ മുഹമ്മദ് ഷമിയാണെങ്കിലും ഇന്നലെ റൺസൊക്കെ വളരെ കുറച്ച് വഴങ്ങിക്കൊണ്ടാണ് അവരൊക്കെ ബൗളിങ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ അവരൊക്കെ ചെയ്തിട്ട് പോലും എങ്ങനെ ലക്നൗ തോറ്റു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്നത്. കാരണം അവർ സെക്കൻഡ് അവർ ചേസ് ചെയ്ത് വരുമ്പോൾ, കാരണം ടോസ്
ടോസ് നേടുമ്പോൾ തന്നെ അവരൊരു വിജയിച്ച പോലെയായിരുന്നു. അവർ അതിനർത്ഥത്തിലാണ് അതേ രീതിയിലാണ് അവർ ഇന്നലെ ബൗളിംഗ് ചെയ്യുന്നതും. കാരണം റൺസ് വിട്ടുകൊടുക്കാതെ എങ്ങനെയൊക്കെ പിടിച്ച് അവരെ വരിഞ്ഞു മുറുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടാണ് രാജസ്ഥാൻ വരിഞ്ഞു മുറുക്കി. കാരണം നേരത്തെ അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള ഒരു താരത്തെ പെട്ടെന്ന് പുറത്താക്കുന്നു, അതുപോലെ തന്നെ ധ്രുവ് ജുറലിനെ പുറത്താക്കുന്നു. ഇങ്ങനെ അവരുടെ ടോപ്പ് ഓർഡറിൻ്റെ തലത്തിനെ പൊളിച്ചുകൊണ്ടാണ് അവരുടെ ഒരു മുന്നേറ്റം വരുന്നത്. പക്ഷേ എന്നിട്ടും അവർക്ക് ഈ കളിയെ വരുതിയിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടിവാരത്ത് നിൽക്കുന്ന ടീം, അത് ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ കൊൽക്കത്ത ഉണ്ടായതുകൊണ്ട് മാത്രം താഴെ പോകാത്തൊരു ടീം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ടീമിനെ എങ്ങനെ ഇനി മുന്നേറിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു കാര്യമുണ്ട്, മിച്ചൽ മാർഷിൻ്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ശരിക്കും ഇവരൊക്കെ തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ പോലും മിച്ചൽ മാർഷ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അവിടെ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹം നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിടപിടിക്കാൻ അദ്ദേഹത്തിന് കൂട്ട് നൽകാൻ ഒരാൾ വരുന്നില്ല എന്നുള്ളതാണ്. നിക്കോളാസ് പുരാൻ വന്ന് ഒരുപക്ഷെ നമ്മൾ കരുതി, കാരണം ഇന്നലെയൊക്കെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ വിമർശിക്കുന്നുണ്ട്, നിക്കോളാസ് പുരാൻ്റെ പ്രകടനം നമ്മൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നലെ കളിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ മിച്ചൽ മാർഷിൻ്റെ ആ ഒറ്റയാൾ പ്രകടനത്തിൽ മാത്രം അവരുടെ ഒരു പ്രകടനം ഒതുങ്ങി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ അവരുടെ മിഡിൽ ഓവറുകളിൽ അത്യാവശ്യം റൺസൊക്കെ എടുക്കാനൊക്കെ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ലക്നൌവിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ഓവറിലേക്ക് വരുമ്പോൾ, അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് 8 റൺസ് വഴങ്ങിക്കൊണ്ട് 4 വിക്കറ്റൊക്കെ പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അഗ്രസീവായി കളിക്കേണ്ട ആ സമയത്തൊക്കെ പിന്നെ പെട്ടെന്ന് വിക്കറ്റുകളൊക്കെ പിഴുതു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതായത് നല്ലൊരു ഓപ്പണിംഗ് ഒരു കൂട്ടുകെട്ട് വരുന്നില്ല, അതുപോലെ തന്നെ നല്ലൊരു ഫൈനൽ ഒരു കൂട്ടുകെട്ടുകളും ഒന്നും വരുന്നില്ല. ഈ ഒരു മിച്ചൽ മാർഷിൻ്റെ പ്രകടനം മാത്രം എന്നുള്ള ഒരു കാര്യം കൊണ്ടുണ്ട്. അത് കൃത്യമായിട്ട് ഈ ജോഫ്ര ആർച്ചറും അതുപോലെ ജഡേജനും ഇന്നലെ എല്ലാവരും ബോളെടുത്ത രാജസ്ഥാൻ താരങ്ങളെല്ലാം ഇന്നലെ റൺസ് വളരെ കുറച്ച് മാത്രം വഴങ്ങിക്കൊണ്ടാണ് അവരും നന്നായി ബോൾ ചെയ്തു എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ടോട്ടലി രാജസ്ഥാൻ കഴിഞ്ഞ മത്സരങ്ങളിൽ തോൽവി അത് വിജയത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? കാരണം ഇന്നലെ ചെറിയൊരു ടോട്ടലാകുമ്പോൾ അവർക്കൊരു ചെറുതായിട്ടില്ലാത്തൊരു ആശങ്കയുണ്ട്. കാരണം അവരുടെ ലക്നൌവിൻ്റെ സ്റ്റേഡിയത്തിലാണ് മത്സരം, വാജ്പേയി സ്റ്റേഡിയത്തിലാണ് ഇന്നലെ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്നൗ ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയൊക്കെ മുൻകണ്ടിട്ട് പോലും രാജസ്ഥാൻ ആ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇനിയിപ്പോൾ വൈഭവ് സൂര്യവംശിയൊക്കെ ഇപ്പോൾ ഇന്നലെ റൺസ് എടുക്കുന്നതിൽ കുറച്ച് പിന്നാക്കം പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, ഈ ഒരു IPL കരിയർ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ വേഗത്തിൽ പുറത്തായി എന്നുള്ളതൊന്നും നമ്മൾ അങ്ങനെ വിസ്മരിക്കേണ്ട കാര്യമല്ല. കാരണം അദ്ദേഹത്തെ അതൊരു തകർച്ചയായിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ രാജസ്ഥാന് ഇനിയൊരു മുന്നേറ്റം നടത്താൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇന്നലെ ഇപ്പോൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ലക്നൗ ഏറ്റവും അവസാനത്ത് നിന്ന് 2ാം സ്ഥാനത്തും ഉള്ള ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി മത്സരം രാജസ്ഥാന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതായിരിക്കും നമ്മൾ കാണാനിരിക്കുന്നത്. ഉറപ്പായിട്ടും. ഇപ്പോൾ അനുവേട്ടൻ പറഞ്ഞൊരു പോയിന്റില്ല, അതായത് ഈ ഒരു സെഞ്ചുറിയൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഒരു ബാറ്റർമാരുടെ മികവിലൊരു 250 അടിച്ച് അത് യെസേനേക്കാളും പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാൻ പറ്റിയ ഒരു ബൗളർ ഒരു 5 വിക്കറ്റൊക്കെ അടിച്ച് ആ ഒരു സ്കോർ ഒതുക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയ സ്കോറൊക്കെ ഫോം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ടോസിൻ്റെ സമയത്ത് റിയാൻ പരാഗിനോട് ചോദിക്കും, അതായത് പന്തിനാണ് ടോസ് കിട്ടിയത്. റിയാൻ പരാഗിനോട് ചോദിക്കുമ്പോൾ ഞാൻ കൺഫ്യൂഷനിലായിരുന്നു, എന്താണ് ബാറ്റിംഗ് എടുക്കണോ അതോ ബൗളിംഗ് എടുക്കണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്തായാലും ടോസ് കിട്ടിയത് നന്നായി എന്നും പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊരു സാഹചര്യത്തിലാണ് രാജസ്ഥാൻ ബാറ്റ് ചെയ്യാൻ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷമിയുടെ തുടക്കത്തിലെ ബൗളിംഗ് അതിഗംഭീരമായ രീതിയിലാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു ഘട്ടത്തിൽ 3ാമത്തെ ഓവറിലാണെന്ന് തോന്നുന്നു ഈ യശസ്വി ജയ്സ്വാൾ തുടർച്ചയായിട്ടുള്ള 3 ബൗണ്ടറി ഷമിയെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ബോളറാണെങ്കിലും കഴിഞ്ഞു, പവർ പ്ലേയിലാണ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ചൊന്നും കിട്ടില്ലെന്ന് പറയും. പക്ഷേ ഷമിയുടെ എക്സ്പീരിയൻസ് മൊത്തം ആ അടുത്ത ബോളിൽ എടുക്കുന്നുണ്ട്. അടുത്തൊരു അതിഗംഭീരമായൊരു ബൗൺസറാണ്. ബൗൺസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യസിനെതിരെ ശ്രീശാന്ത് പറഞ്ഞൊരു ബൗൺസറുണ്ട്, ആ ഒരു കൈൻഡ് ഓഫ് സാധനമായിരുന്നു ചെയ്തത്. ഒന്നും ചെയ്യാനില്ല, അത് കൃത്യമായിട്ട് ഗ്ലൗവിൽ തട്ടിയിട്ട് പന്തിൻ്റെ നല്ല ഗംഭീര ക്യാച്ച് കൂടിയായിരുന്നു അത്. അങ്ങനെ ഒരു നിർണായക വിക്കറ്റ് എടുക്കുന്നു. പിന്നെ ഈ ബോളർമാർ വരിഞ്ഞ് മുറുക്കി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിലും താഴെ സ്കോറിൽ രാജസ്ഥാനെ ഒതുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. അനാവശ്യമായൊരു ഓവർ ത്രോ ബൗണ്ടറി വരെ പോകുന്നുണ്ട്. അനാവശ്യമായി ഒരുപാട് റൺസ് വഴങ്ങി എന്നുള്ളത് തന്നെയാണ് ലക്നൗ ബൗൾ ചെയ്തപ്പോൾ ചെയ്ത ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല രവീന്ദ്ര ജഡേജയുടെ ഒരു ഇന്നിങ്സ് എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് തന്നെയാണ് അത് കളി മാറ്റുമെന്ന് തീരുമാനിച്ചത്. കാരണം അവസാന ഓവറിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ 24 പന്തിൽ ഒരു ബൗണ്ടറി പോലും ജഡേജ നേടിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ. അവസാന ഓവറിൽ മയങ്ക് യാദവ് പറഞ്ഞ അവസാന ഓവർ തൊട്ട് മുമ്പ് 139 മാത്രമാണ് രാജസ്ഥാൻ്റെ സ്കോർ എന്ന് പറയുന്നത്. ഒരു ടേബിൾ ഒതുങ്ങിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 10 റൺസ് 20 റൺസൊക്കെ പാർ സ്കോർ കുറയാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന ബാറ്റർമാർക്ക് തുടക്കത്തിൽ പ്ലാൻ ചെയ്ത് കളിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷേ അവസാന ഓവറിൽ ജഡേജ മയങ്ക് യാദവിന് 20 റൺസാണ് അടിക്കുന്നത്. 2 4-ഉം ഒരു 6 ഓവറിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് ക്രൂഷ്യലായത്. ആ 20 റൺസാണ് ക്രൂഷ്യലായത്. ആ 20 റൺസ് അതുമാത്രമല്ല, ഈ 2 ബോളർമാരുടെ, അതായത് രാജസ്ഥാൻ്റെ ആയിക്കോട്ടെ ലക്നൗവിൻ്റെ ആയിക്കോട്ടെ, 8-ൽ കൂടുതൽ ഇക്കോണമി വാങ്ങിയ ഒരൊറ്റ ബോളറേ ഉള്ളൂ, അത് മയങ്ക് യാദവ. ബാക്കി എല്ലാവരും 6, 5, 6.5, 7-ലൊക്കെ നിൽക്കുന്ന ബോളർമാരാണ്. ആ ഒരു 20 റൺസ് തന്നെയാണ് ഈ മത്സരത്തിൽ ഏറ്റവും ക്രൂഷ്യലായത്. അങ്ങനെ ഒരു 159 എടുക്കുന്നു, 160 ടാർഗറ്റ് കൊടുക്കുന്നു. മറുവശത്ത് നേരത്തെ ജസീം സൂചിപ്പിച്ച പോലെ തന്നെ ഒരാൾ പോലും മിച്ച് മാർഷിന് പിന്തുണ നൽകുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ലക്നൌവിലുണ്ട്, സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനുണ്ട്, ഋഷഭ് പന്തും ഉണ്ട്, വെസ്റ്റ് ഇൻഡീസിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്ന വെടിക്കെട്ട് താരം നിക്കോളാസ് പുരാനുണ്ട്. ഒരു താരം പോലും, അതായത് ഇത്രയും 3 നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റന്മാർ പ്ലസ് ഇത്രയും T20 സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിട്ട് പോലും ഒന്ന് പ്ലാൻ ചെയ്ത് കളിക്കാനുള്ള, പന്ത് വന്നത് തുടക്കം മുതൽ ഞാൻ അടിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 വിക്കറ്റുകളാണ് അവർക്ക് വന്നത്. ബദൂനി ആയിക്കോട്ടെ, പന്തായിക്കോട്ടെ. ഒരു താരം പോലും പിന്നീടൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. മിച്ച് മാർഷിന് വളരെ ആങ്കർ റോൾ കൊണ്ടുപോയി അവസാന നിമിഷം പിന്നെ അദ്ദേഹത്തിന് ആഞ്ഞടിക്കല്ലാതെ വേറെ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിനും ഇതാവുന്നത്, ഒരു കളി കഴിയുന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും രാജസ്ഥാൻ ബോളർമാരും മികച്ച രീതിയിൽ തന്നെ പന്തറിഞ്ഞു. പ്രത്യേകിച്ച് ജോഫ്ര ആർച്ചർ ആയിക്കോട്ടെ, നേരത്തെ ബാറ്റിങ്ങിൽ തിളങ്ങിയ രവീന്ദ്ര ജഡേജ നിക്കോളാസ് പുരാൻ്റെ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എടുത്തു. നിക്കോളാസ് പുരാനും മിച്ച് മാർഷും കൂടി ചേർന്നുള്ളൊരു കൂട്ടുകെട്ട് നിർണായകമാകുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ആ കൂട്ടുകെട്ട് പൊളിച്ചത് ജഡേജയാണ്. അങ്ങനെ ജഡേജ ഈ ട്രേഡ് ഡീലിലൊക്കെ ഭയങ്കരമായൊരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്ന ജഡേജ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ വിമർശനങ്ങളൊക്കെ വന്നൊരു ഡീലായിരുന്നു. അത് പക്ഷേ രാജസ്ഥാൻ എന്തുകൊണ്ടും ഗുണം തന്നെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത്. മാത്രമല്ല ഈ സീസണിൽ തുടക്കത്തിൽ കുറച്ച് നിരാശപ്പെടുന്ന പ്രകടനം ജഡേജയിൽ നിന്നുണ്ടായിരുന്നു. സ്ലോ ആണ് കളിക്കുന്നത്, അത് മാറ്റിയെഴുതുന്നൊരു പ്രകടനം കൂടിയാണ് ജഡേജ നടത്തിയത്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 തോൽവികൾക്ക് ശേഷം ഒരു വിജയം എത്തി 2ാം സ്ഥാനത്ത് എത്തിയെന്നുണ്ടെങ്കിൽ പോലും ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റി അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മളത് അടുത്ത ഘട്ടത്തിലെ ചർച്ചയിൽ നമുക്ക് പറയാൻ തോന്നുന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരും കളിക്കുക, എല്ലാവരും ഒരേ സ്പിരിറ്റിൽ കളിക്കുക എന്നുള്ള സംഭവം കൂടിയാണ്. ഇവിടെ ടോപ്പ് ഓർഡർ തകർന്നാൽ രാജസ്ഥാൻ ഇല്ല എന്നുള്ളതിൻ്റെ ഒരിക്കൽ കൂടി അവരുടെ ഒരു ദൗർബല്യം വെളിവാകുന്നൊരു മത്സരം കൂടിയായിരുന്നു ഇത്. തീർച്ചയായിട്ടും അതിൽ കുറേ പോയിന്റുകൾ പറഞ്ഞതിനകത്ത് 2 ടീമിനെയും കമ്പയർ ചെയ്യുമ്പോൾ 2 ക്യാപ്റ്റന്മാരെ കൂടി കമ്പയർ ചെയ്യണമെന്ന് തോന്നുന്നു. ഒന്ന് ഋഷഭ് പന്തിനെ നമുക്കറിയാം, ഭാവിയിലെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു താരമാണ്. ഫോർമാറ്റ് പ്ലെയർ ആയിരുന്നു, മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതെ, അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത്തരം ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി കൂടിയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മറുഭാഗത്ത് ഏതാണ്ട് റയാൻ പരാഗും ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് വ്യക്തിപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്ന് നോക്കൂ. 80 റൺസോളം 7 കളികൾ അദ്ദേഹം നേടിയിട്ടുള്ളൂ. പക്ഷേ ടീം വിജയിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും മികച്ച. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ക്യാപ്റ്റൻസിൻ്റെ ഉദാഹരണം. ഈ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന സൂര്യകുമാർ യാദവിനെ പോലെ തന്നെയാണ്. ടീം കളിക്കുന്നതുകൊണ്ട് മാത്രം പരാഗ് പിടിച്ചു. അതെ, കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളത് മഹാബദ്ധമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ചേഞ്ചസ് ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഗെയിം അദ്ദേഹത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടാണ് ഹർഷ ബോഗ്ലെയും രവിശാസ്ത്രിയും അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതായത് നിർണായക ഘട്ടത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു താരം, ചേഞ്ചസ് വരുത്താൻ കഴിയുന്ന ഒരു താരം എന്നുള്ള നിലയിൽ ഒരു യുവ ക്യാപ്റ്റനെ സംബന്ധിച്ച് ഏറ്റവും സമ്മർദ്ദ ഘട്ടങ്ങളിൽ അദ്ദേഹം ഏറ്റവും മികച്ചതായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് റയാൻ പരാഗിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഈ വിദഗ്ധരടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു, അദ്ദേഹം ബൗളർമാരെ നന്നായി ഉപയോഗിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ബൗളിംഗ് ചേഞ്ചസ് വരുത്തുന്ന, ഫീൽഡിംഗ് ചേഞ്ചസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു കാര്യം കൊണ്ടാണ് ടീം ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഏത് അളവോളം താഴെ പോയാലും അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ അത് കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഫീൽഡിൽ വരുത്തുന്ന തീരുമാനങ്ങൾ, താരങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം, ഈ രാജസ്ഥാൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് അവർ യുവനിര ആയതുകൊണ്ട് കൂടി തന്നെ
റയാൻ പരാഗിന് ആ ടീമിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ ലക്നൗ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ ടീമുകളെ സംബന്ധിച്ചൊരു പ്രശ്നം. അവിടെ സൂപ്പർ താരങ്ങൾ കൂടുതലായി വരുമ്പോൾ അവരെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് എത്രത്തോളം ഋഷഭ് പന്തിന് കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഹോം ഗ്രൗണ്ടിലടക്കം തോറ്റുകൊണ്ടിരിക്കുകയാണ് ലക്നൗ എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടൊരു കാര്യമാണ്. മിച്ചൽ മാർഷ് അടക്കമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ക്യാപ്റ്റൻസി തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന താരങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം തുടരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അതിനെ സാധൂകരിക്കണമെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി പെർഫോമൻസ് നടത്തേണ്ടതുണ്ട്. അതുകൂടി അദ്ദേഹത്തിന് കഴിയുന്നില്ല. ടോട്ടലി അദ്ദേഹം വലിയ പ്രഷറിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഘടകമാണ് ഒരുപക്ഷെ ഈ ഇന്നലത്തെ മത്സരത്തിലെ രണ്ട് ടീമുകളെയും തമ്മിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് നിർത്തിയിട്ടുള്ളതെന്നാണ് ഇന്നലത്തെ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ചില താരങ്ങളെ നിലനിർത്തുന്നത് സംബന്ധിച്ച് വിശ്വാസം അർപ്പിക്കുക, ആ താരങ്ങളെ വിശ്വാസം അർപ്പിക്കുക, അദ്ദേഹം പരാജയപ്പെട്ടു പോയാലും അവരിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ള റോൾ കൂടി നിർണായകമാണ്. രാജസ്ഥാൻ റോയൽസ് ആ ഒരു അളവിൽ കുറച്ചുകൂടി മുന്നിലാണെന്ന് തോന്നുന്നു. അവർ താരങ്ങളെ നിലനിർത്തുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ പോലും ടീമിൽ നിലനിർത്തി മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക റോൾ അവർ മാനേജ്മെൻറ്റ് കാണിക്കുന്നുണ്ടെന്ന്. പിന്നെ റയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 42 സംതിങ് ആണ്. അതായത് വിജയ കണക്കെടുക്കുകയാണെങ്കിൽ സഞ്ജു സാംസണാണ് അവിടെ ഏറ്റവും മുന്നിലോട്ടുള്ള ക്യാപ്റ്റൻ. പിന്നീട് ഷെയ്ൻ വാട്സൺ വരുന്നു, പക്ഷേ ഷെയ്ൻ വോൺ വരുന്നു. പിന്നെ പക്ഷേ മറ്റുള്ള ഷെയ്ൻ വാട്സൺ അടക്കമുള്ളവർ നയിച്ചതിനേക്കാളും മുന്നിലാണ് ഇപ്പോൾ റയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴൊരു സേഫ് സോണിലാണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ അവർ പിന്നിലേക്ക് പോയെങ്കിലും ഈ സീസണിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരികയാണ്. ആദ്യ 4-ൽ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ തക്ക കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീമാണോ ഇതെന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ തട്ടിലേക്ക് വരുമ്പോൾ ആര് കയറി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നടക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ, IPL എൽ ക്ലാസിക്കോ ആണ് നടക്കാൻ പോകുന്നത്. അപ്പം മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും IPL ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ടീമുകൾ തന്നെ അവിടെ വരുന്ന സാഹചര്യത്തിൽ പക്ഷേ നിർണായകമായിട്ടുള്ളൊരു മത്സരമാണ് അവരെ സംബന്ധിച്ച്. ഇപ്പം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന അവരെ സംബന്ധിച്ച് 5-6 ജയങ്ങളാണ് ഇനി അനിവാര്യമായിട്ടുള്ളത്. അതായത് ആദ്യ 4-ലേക്ക് പ്ലേ ഓഫ് ഒരു സാധ്യത അവിടെ കണക്കാക്കണമെങ്കിൽ ഏതാണ്ട് പകുതി വഴി പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളതാണ്. മുംബൈ ഒരു പരാജയ പരമ്പരയിൽ നിന്ന് കരകയറി വരുന്നുണ്ട്. പക്ഷേ അവർക്കത് തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് അവിടെയാണ് പ്രസക്തമാകുന്നത്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഒരു ടീം എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം സംശയമായിട്ട് പലരും ഉയർത്തുന്നുണ്ട്. അതായത് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ക്യാപ്റ്റൻസി രീതി, കളിക്കളത്തിലെ സഹതാരങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവിടെ ഒരു യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയം. മറുഭാഗത്ത് വീണ്ടും നമ്മൾ സഞ്ജുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയാണ്. സഞ്ജു പരാജയപ്പെട്ടാൽ ചെന്നൈ പരാജയപ്പെടുമോ എന്നുള്ള ചോദ്യം. പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, ധോണി തിരിച്ചു വരുമോ, പ്ലേയിങ് 11-ലേക്ക് വരുമോ എന്നുള്ള ചോദ്യം നിൽക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആവേശകരമായിട്ടുള്ള ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് കരുതേണ്ടി വരും. തീർച്ചയായിട്ടും വളരെ എക്സൈറ്റോടെ ഈ സീസണിൽ ഏറ്റവും എക്സൈറ്റഡ് കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. രണ്ട് ടീമിനും പ്ലേ ഓഫ് സ്വപ്നം കാണണമെങ്കിൽ ജയിക്കുക തന്നെ വേണം. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിലൊരു ജയത്തോടു കൂടി മുംബൈ ജയിച്ച 2 മത്സരവും നല്ല മാർജിനിലാണ് ജയിച്ചത്. സ്വാഭാവികമായിട്ടും പ്ലേ ഓഫിൽ ഏകദേശം ഒരു സാധ്യത കണക്കാക്കിയാൽ 5-6 സ്ഥാനത്തേക്ക് വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അടിവാരത്തു നിന്നാണ് അവർ ഈ പോക്ക് പോകുന്നതെന്നുള്ള ആലോചിക്കണം. ഇതുവരെയുള്ള കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും അപ്രസക്തമാക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു മുംബൈ കഴിഞ്ഞ മത്സരത്തിൽ നടന്നത്. അതിൽ ഇപ്പോൾ പൊതുവേ ഒരു ചീത്തപ്പേര് 1 ഫാമിലി എന്നാണ് അവരുടെ ടൈറ്റിൽ. 1 ഫാമിലിയിൽ 4 ഫാമിലി എന്നൊക്കെ പറയുന്ന രീതിയിൽ ട്രോളുകളും മറ്റൊക്കെ വരുന്നത്. കാരണം പ്ലെയേഴ്സ് 4 ഭാഗത്താണ് കിടക്കുന്നത്. ഇപ്പോൾ ബുംറയും പാണ്ഡ്യയും തമ്മിൽ ഉടക്കാണെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള സ്വാരസ്യങ്ങൾ ആ ടീമിനകത്ത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മത്സരത്തിൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തായിരിക്കും ഡ്രസ്സിംഗ് റൂമിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ വാട്ടോവർ കഴിഞ്ഞ മത്സരത്തിൽ അവർ അതിഗംഭീരമായിട്ട് തിരിച്ചു വന്നു. നല്ല ബാറ്റിങ്, പ്രത്യേകിച്ച് തിലക് വർമ്മയായിരുന്നു. അവരുടെ ഓരോ താരങ്ങളും ഓരോ മത്സരത്തിൽ സെറ്റായി വരുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൽ തിലക് വർമ്മ ഒരു സെഞ്ചുറിയോട് കൂടി തന്നെ താൻ ആരാണെന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ബൗളിങ്ങിലും ഗംഭീരമായ പ്രകടനം തന്നെയായിരുന്നു അവർ നടത്തിയത്. അതിന് തൊട്ട് മുമ്പ് പരാജയപ്പെട്ട മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിരുന്നു, ഞാൻ ഇനി കുറച്ച് ഹാർഡ് കോളുകൾ എടുക്കാൻ പോവുകയാണെന്നുള്ളത്. അതിൻ്റെ സൂചന തന്നെയായിരുന്നു. 2 മാറ്റങ്ങളായിട്ട് അവർ വന്നു. ഒപ്പം തന്നെ ഇമ്പാക്റ്റായിട്ട് അശ്വിനി വരുന്നു. അശ്വിനി കുമാർ അതിനകത്ത് 4 വിക്കറ്റ് എടുത്തുകൊണ്ട് ക്രൂഷ്യലാകുന്നു. പിന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാവും എന്നുള്ളതാണ്. വിൽ ജാക്സ് ടീമിനൊപ്പം ചേർന്ന് കഴിഞ്ഞു. അതാണ് മുംബൈക്ക് കിട്ടാവുന്ന ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത്. വിൽ ജാക്സ് നമുക്കറിയാം ഈ വേൾഡ് കപ്പിൽ അതിഗംഭീരമായ പ്രകടനമായിരുന്നു. ഒരു ഘട്ടത്തിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് വരെ
ആ പട്ടികയിൽ തന്നെ മുന്നിലുണ്ടായിരുന്ന പ്ലെയറാണ്. പിന്നെ സഞ്ജുവിൻ്റെ ഒരു ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള താരം അതിമാനുഷികമായ പ്രകടനം കൊണ്ട് മാത്രമാണ് അത് സഞ്ജുവിലേക്ക് പോയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിൽ ജാക്സൺ കിട്ടേണ്ട സാധനമായിരുന്നു. അങ്ങനെ വിൽ ജാക്സൺ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ക്വാളിറ്റിയുള്ള ഇപ്പോൾ ഓൾറെഡി ഗസൻഫറുണ്ട്, ഒപ്പം തന്നെ സാൻഡറുണ്ട്. വിൽ ജാക്സ് കൂടി വന്നാൽ 3 ക്വാളിറ്റി സ്പിന്നറായി. മാത്രമല്ല നന്നായിട്ട് അദ്ദേഹം ബാറ്റും കൂടി ചെയ്യും. അതവർക്കൊരു അഡീഷണൽ തന്നെയാണ്. ഇന്ന് രോഹിത് ശർമ്മ കളിക്കുമോ എന്നുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ആശങ്കകളുണ്ട്. രോഹിത് കളിക്കുമോ എന്നുള്ളതാണ് ഒരു 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 ചോദ്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഹാർദിക് സൂചിപ്പിച്ച പോലെ തന്നെ ആ ഹാർഡ് ഗോളിനകത്ത് സൂര്യയുടെ പേരുണ്ടാകുമോ എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. സൂര്യ അങ്ങേയറ്റം നിരാശപ്പെടുന്ന പ്രകടനമാണ് കാണുന്നത്. 360 എന്ന് പറയുന്നത് ഇപ്പോൾ 90 പോലും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നേരത്തെ തിലകനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സൂര്യക്ക് തിരിച്ചു വരാൻ ഒരു മത്സരം മതിയോ, ഒറ്റ മത്സരം കൊണ്ട് തന്നെ കളി തിരുത്താൻ ക്വാളിറ്റിയുള്ള പ്ലെയറാണ്, അദ്ദേഹം തിരിച്ചു വരട്ടെ. അങ്ങനെയൊരു സാഹചര്യം മുംബൈയിൽ നിൽക്കുന്നു. നേരത്തെ ചെന്നൈയിലേക്ക് വരുമ്പോൾ നേരത്തെ അനുപട സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജുവിലാണ് എല്ലാ പ്രതീക്ഷകളും. മാത്രമല്ല കളി നടക്കുന്നത് വാങ്കഡയിലാണ്. വാങ്കഡയിൽ സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കറിയാം. എല്ലാവരും വേൾഡ് കപ്പിൽ നമ്മൾ ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ നമ്മൾ കണ്ടതാണ്. ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം നടന്നത് വാങ്കഡയിൽ തന്നെയായിരുന്നു, ഇന്ത്യ USA-ക്കെതിരെ. അന്ന് സഞ്ജു വാട്ടർ ബോയ് ആയിരുന്നു, വെള്ളം കൊണ്ടുവന്ന്. പിന്നീട് ഒരു 7 മത്സരം കറങ്ങി തിരിഞ്ഞു വന്നപ്പോഴേക്ക് അതിന് തൊട്ട് മുമ്പ് ഈഡൻ ഗാർഡൻസിലെ മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെ ജയിപ്പിച്ചുകൊണ്ട് സഞ്ജു പിന്നെ നാഷണൽ ഹീറോ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അതും ആ അത്രയും സമ്മർദ്ദത്തിൻ്റെ പുറത്തും സഞ്ജു കൂളായിട്ട് കളിക്കുന്നു. സമ്മർദ്ദം സഞ്ജുവിന് പുത്തിരിയുള്ള സംഭവമല്ല. ആ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് സഞ്ജു ഒരിക്കൽ കൂടി വരുന്നത്. സ്വാഭാവികമായിട്ടും സഞ്ജുവിൽ നിന്ന് നല്ലൊരു ഇന്നിങ്സ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ സൂര്യയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ചില താരങ്ങളുടെ ഫോം ബാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ക്യാപ്റ്റൻ ഋതുരാജിൻ്റെ ഗേക്വാദിൻ്റെ ഒരു തന്നെയാണ് അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത്. ഋതുരാജ് എല്ലാ മത്സരത്തിലും നിരാശപ്പെടുത്താണ്. ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം പിടിച്ചു തൂങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ആയുഷ് മാത്രയെ സഞ്ജുവിനൊപ്പം കൊണ്ടുവരണമെന്നുള്ള ചർച്ചകൾ കൊടുക്കുന്നതിനിടെയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് അദ്ദേഹത്തിന് സീസൺ തന്നെ നഷ്ടമാവുന്നത്. അപ്പോൾ ആയുഷിന് പകരം ഇനി ഉർവിലിനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ തല ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പ്രാക്ടീസിലൊക്കെ ഗംഭീരമാണ്. നെറ്റ്സിൽ അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായും ഫിറ്റായിട്ടുകൊണ്ട് തല ഇന്നിറങ്ങിക്കഴിഞ്ഞാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു രോഹിത് ധോണി ഒരുമിച്ച് ഇറങ്ങുന്ന ഒരു മൊമെന്റ് ഒരിക്കൽ കൂടി കാണാമെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയം തല ഇറങ്ങുക എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഇറങ്ങുന്നൊരു സൂചന അപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അതായത് മുംബൈ ചെന്നൈ മത്സരത്തിൻ്റെ ആ ഒരു തീവ്രതയും ആവേശവും എല്ലാം കൂടി ഉണ്ടാകുന്ന ധോണിക്ക് തന്നെ അത്തരം ഒരു ഹൈ ക്ലാസ് മാച്ചിൽ, ഒരു ഇന്റൻസ് മാച്ചിൽ ഇറങ്ങുന്നതായിരിക്കും ധോണിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും തല ഇറങ്ങുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഈ ആയുഷ് മാത്ര പരിക്കേറ്റ് പുറത്താകുന്നത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി ചില്ലറായില്ല. കാരണം അദ്ദേഹമാണ് ശരിക്ക് ആ ഒരു ടീമിനെ ആ ഒരു മുൻനിരയിൽ വിജയവഴിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ ഓപ്പണറാക്കി ഋതുരാജ് ഗെയ്ക്വാദിനെ ഇങ്ങോട്ട് താഴേക്ക് വണ്ടൗളിലേക്ക് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പിന്നെ ഇത് ആരോപണം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെന്നൈ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒരുപക്ഷെ ആയുഷ് മാത്ര ഇങ്ങനെ പരിക്കേറ്റ് പോകുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആയുഷ് മാത്രം ഇല്ലാത്ത ടീം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, അത് എങ്ങനെ സഫർ ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗെയ്ക്വാദിൻ്റെ കാര്യം പറയുമ്പോൾ ക്യാപ്റ്റൻസിൽ ഇപ്പോൾ നേരത്തെ റിയാൻ പരാഗിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല ക്യാപ്റ്റനായി വരുന്നു, അദ്ദേഹം സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ നല്ല ക്യാപ്റ്റൻ എന്നുള്ളൊരിതുണ്ട്. ക്യാപ്റ്റൻ്റെ കാര്യം പറയുമ്പോൾ അതേ അവസ്ഥയിലാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അദ്ദേഹം അതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യ സെമി ഫൈനലിലും ആ വേൾഡ് കപ്പിലെ സെമി ഫൈനൽ അടക്കം അല്ലെങ്കിൽ ഒരുപക്ഷെ ഫൈനലടക്കം നടക്കുന്ന സമയത്തും ഋതുരാജ് ഗെയ്ക്വാദ് നെറ്റ്സിലായിരുന്നു, അദ്ദേഹം പ്രാക്ടീസിലായിരുന്നു. അന്ന് അത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുന്നില്ല എന്നത് ഒരു നിർഭാഗ്യം കൂടിയാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. തീർച്ചയായും രണ്ടുമില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും സങ്കടകരം. എന്നാൽ ക്യാപ്റ്റൻസി ഉണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് പറഞ്ഞപ്പോൾ റിയാൻ പരാഗിനെ പറഞ്ഞ പോലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അതുകൂടി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഖലീൽ അഹമ്മദ് ബൗളിങ്ങിൽ ഇല്ല എന്നുള്ളതും അങ്ങനെ ചെന്നൈക്ക് ഒരുപാട് തിരിച്ചടികൾ ഈ മുംബൈയോടുള്ള ഏറ്റവും ആവേശകരമായ മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇല്ല എന്നുള്ളത് കൂടി ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതാണ്. അപ്പോൾ തല തിരിച്ചു വരുമ്പോൾ അത് എത്രത്തോളം അദ്ദേഹം ഈ IPL ഇറങ്ങിയിട്ടില്ല, ആദ്യത്തെ മത്സരത്തിലേക്കായിരിക്കും ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ
പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ആശങ്കയാണ്. കാരണം അദ്ദേഹം പിന്നെ വിരമിക്കാൻ ഒരുപാട് തവണ പറഞ്ഞ് സാധ്യതയുണ്ടായിരുന്ന താരമാണ്. അദ്ദേഹം വീണ്ടും ഈ ഒരു IPL കളിക്കാൻ പോവുകയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. എന്തായാലും ആയുഷ് മാത്രയ്ക്ക് പകരം ഇനി ആരെ പട്ടേൽ മിക്കവാറും അദ്ദേഹം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഇനിയിപ്പോൾ ഒരു കളിച്ച് ഒന്ന് പരിചയം ഈ ഒരു സ്റ്റേഡിയത്തിൽ ഒന്ന് പരിചയം വെക്കേണ്ടതുണ്ട്. കാരണം IPL ആയുഷ് മാത്രയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്ന് സെറ്റായി വരുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. തീർച്ചയായും. അതിൽ തന്നെ ഈ ചെന്നൈയിലെ ക്യാപ്റ്റൻസി സംഭവങ്ങളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ തന്നെ മാറ്റം വരുത്തണം എന്നാണ് സഞ്ജു മഞ്ചേരക്കർ അടക്കമുള്ള മുൻതാരങ്ങളെല്ലാം പറയുന്നത്. ഇപ്പോൾ സഞ്ജുവിലേക്ക്, കാരണം ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ധോണിയുടെ ഒരു ലെഗസിയുടെ ഒരു വലിയ അമിതഭാരം അദ്ദേഹത്തിനുണ്ട്, സത്യമാണ്. അതായത് IPLന്റെ 18 വർഷത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു ഗംഭീരമായൊരു ട്രേഡോടുകൂടിയാണ് സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് വരവേറ്റത്. ആ വേൾഡ് കപ്പിലൊരു പ്രകടനം കൂടി ആയപ്പോഴേക്ക് ആ ഹൈപ്പ് അങ്ങേയറ്റമായി. അപ്പോൾ അത്തരത്തിലൊരു താരം ടീമിലേക്ക് വരുമ്പോഴുണ്ടായ, മാത്രമല്ല സഞ്ജു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടിയാണ്. ഒരു സീസൺ പരീക്ഷിച്ചിട്ട് അടുത്ത വർഷം സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ് എല്ലാവർക്കും. അതെ, ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ. ധോണിക്ക് പകരം ഒരു ഫാൻ ബേസ് നിലനിർത്താനുള്ള സംഭവം കൂടി അതിനകത്തുണ്ട്. അത് പക്ക മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്രൗഡ് പുള്ളറെ കൊണ്ടുവരുന്ന, അങ്ങനെ സമ്മർദ്ദങ്ങൾ ഒരുപാട് ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ നടുവിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഒരു സെറ്റല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മറുവശത്ത് സഞ്ജു ആദ്യം മടിച്ചു നിന്നു, ഒരു കാര്യത്തിലും ഇടപെടുന്നുണ്ടായിരുന്നില്ല കൃത്യമായിട്ട്. പിന്നെ അദ്ദേഹം ബാറ്റിങ്ങിലും മോശമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സെഞ്ചുറിയോടുകൂടി തന്നെ ഈ IPL ആദ്യത്തെ സെഞ്ചുറി സഞ്ജു തന്നെയാണ് അടിച്ചത്. തിരിച്ചു വന്നു. പിന്നീട് സഞ്ജു നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ബൗളർ പോലും, അതായത് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ബൗളർ വിളിക്കുന്നില്ല അഭിഷേകിൻ്റെ വിക്കറ്റ്, പക്ഷേ സഞ്ജു അത് DRS എടുത്ത് അത് വിജയിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ സഞ്ജുവിൻ്റെ ഒരു ക്യാപ്റ്റൻസി കൂടി അവിടെ ഗംഭീരമായി സെറ്റാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വൈകാൻ നിൽക്കാതെ സഞ്ജുവിനെ ഇറക്കണം, ക്യാപ്റ്റനായിട്ട് തന്നെ സഞ്ജുവിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള നമ്മൾ അതിൻ്റെ ഒരു തുടക്കത്തിൽ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ചെന്നൈ ടീം എവിടെ വരെ പോകുമെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. കാരണം അവർക്ക് പേരെടുത്ത് പറയാൻ തക്ക അവരുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ളൊരു ടീം ലൈനപ്പ് ആയിരുന്നില്ല ഇത്തവണ അവർ സജ്ജമാക്കിയിട്ടുള്ളത്. അതിന് കോച്ചടക്കമുള്ളവർ, ഫ്ലെമിംഗ് അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഭാവിയിലേക്ക് കരുതുന്ന ഒരു ടീമാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. അത് അന്ന് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. കാരണം ഈ ഒരു സീസൺ അവർ കിരീടമൊന്നും മോഹിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ടും പറയുന്നത്. പലവിധ പരീക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ഋതുരാജ് ഗൈക്വാദിൻ്റെ പൊസിഷൻ അടക്കം അവർ പരീക്ഷിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ. കാരണം വന്ന ഒരാളെ, പുതിയതായി സീസണിലേക്ക് വന്ന സഞ്ജുവിനെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനാക്കുക എന്നുള്ളത് ഒരുപക്ഷെ നടക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹം ആദ്യം 3 മത്സരങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ലോകകപ്പിൻ്റെ ഫെയിമിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം 3 മത്സരങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ നിന്ന് പിടിച്ചു കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസം നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാപ്റ്റൻ ഒരു ടീം പ്ലെയർക്ക് കൊടുക്കുന്ന വിശ്വാസം എന്താണോ അതാണ്. സഞ്ജുവിനെ വളർത്തിയതും അങ്ങനെ തന്നെയാണല്ലോ. ക്യാപ്റ്റൻ കോച്ച് നൽകിയ ഒരു ആത്മവിശ്വാസമാണല്ലോ, ഒരു ഉറപ്പാണല്ലോ അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചത്. അത് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗൈക്വാദിനെ കുറച്ചുകൂടി അവർ വിശ്വാസത്തിലെടുക്കട്ടെ, ഈ സീസണിൽ വിശ്വാസത്തിലെടുക്കട്ടെ. പകുതിക്ക് വെച്ചൊരു ക്യാപ്റ്റൻസി മാറ്റം വരികയാണെങ്കിൽ 2 കൂട്ടർക്കും ഒരു പക്ഷേ ഗുണമുണ്ടാകാൻ പോകുന്നില്ല, തകർച്ചയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ പോയിന്റ് പട്ടികയിലേക്കുള്ള 2 ടീമുകൾക്കും, അതായത് ഇപ്പം 5ഉം 6ഉം സ്ഥാനത്ത് ആണ് രണ്ടുപേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള 5 മത്സരങ്ങളെങ്കിലും മിനിമം ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത അവിടെ തുറന്നു കിട്ടുകയുള്ളൂ. അതർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ 2 ടീമിനും ക്രൂഷ്യലായിട്ടുള്ള മാച്ചാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ IPL എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബാറ്റ്സ്മാൻമാരെ ഇപ്പോൾ പോലും നമ്മൾ സംസാരിച്ചത് സൂര്യവംശിയെക്കുറിച്ചും സഞ്ജു സാംസണെക്കുറിച്ചും രോഹിത് ശർമ്മയെക്കുറിച്ചുമാണ്. നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് ബൗളേഴ്സിൻ്റെ പറ്റിയിട്ടാണല്ലോ, ബൗളേഴ്സിൻ്റെ. ഈ സീസൺ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി സാധ്യതകൾ തുറന്നിടുന്നു എന്ന് തോന്നുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി എടുക്കുകയാണെങ്കിൽ പ്രിൻസ് യാദവിനെ പോലെയുള്ള താരങ്ങൾ, അശോക് ശർമ്മയെ പോലുള്ള താരങ്ങൾ, പിന്നെ ചെന്നൈയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ അൻഷുൽ കാംബോജും പ്രിൻസ് യാദവുമാണ് ഇപ്പോൾ 13 വിക്കറ്റുകളായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അശോക് ശർമ്മ എന്ന് പറയുന്ന താരം ഈ സീസണിൽ ഏറ്റവും വേഗമേറിയ 152 കിലോമീറ്ററിൻ്റെ പന്തെറിഞ്ഞ ഒരു താരമാണ്. ഒപ്പം അതേപോലെ നോക്കുകയാണെങ്കിൽ ദുബൈ പോലെയുള്ള താരങ്ങൾ, അശ്വിനി കുമാർ, നേരത്തെ പറഞ്ഞ അശ്വിനി കുമാർ, ഹർഷ് ദുബൈ പോലെയുള്ള താരങ്ങൾ, സ്പിന്നർമാരുടെ തലത്തിലേക്ക് ഭാവിയിലേക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ വിട്ടുനോക്കാൻ
കഴിയുന്ന താരങ്ങൾ, സാക്കിബ് ഹുസൈൻ. സാക്കിബ് ഹുസൈൻ വരുന്നുണ്ട്, ഇതുവരെ ഒരു six ഇതുവരെ പോലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല എന്നുള്ള. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ IPL മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻമാരെക്കാൾ ഉപരി ഒരു പെട്ടി മികച്ച പേസ് ബൗളിംഗ് ബൗളർമാരെ മുന്നോട്ട് വെക്കുന്ന ഒരു സീസണായിട്ട് കൂടി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഈ സീസൺ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ബൗളർമാർ കൂടി തിളങ്ങട്ടെ. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഇന്നത്തെ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുംബൈയും ചെന്നൈയും ഇറങ്ങുമ്പോൾ ഒരു വലിയ ഹൈ സ്കോറിംഗ് മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനുപരിയായിട്ട് ഇന്നത്തെ പോലെ, കഴിഞ്ഞ ദിവസത്തെ പോലെ, അല്ലെങ്കിൽ 180 വരുന്ന ഒരു സ്കോർ വരികയും അതിനെ നന്നായിട്ട് പിടിച്ചു നിർത്തുകയും അതിനെ ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല മത്സരം വരട്ടെ എന്നാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹിക്കാനുള്ളത്. പക്ഷേ ഇത് മാച്ച് നടക്കുന്നത് വാങ്കഡയിലാണ്. ഒരു 200+ ഇല്ലാതെ വലിയ തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് നല്ല റൺസ് കൊടുക്കുന്ന പിച്ചാണ്, ചെറിയ ബൗണ്ടറിയുള്ള പിച്ചാണ്. ഒപ്പം ബൗളർമാർക്ക് ആനുകൂല്യം കിട്ടും. കാരണം കടൽ തീരത്താണ് ആ ഇത് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഇത് കിട്ടുന്ന ബൗളർമാർക്ക് വലിയ ആനുകൂല്യം കിട്ടുന്ന ഇതും കൂടിയാണ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും ഒരു 200+ സ്കോർ അവിടെ പിറക്കുന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെന്നൈ ജയിക്കുന്നതാണ് ഒരു അല്ല, ഞാൻ മുംബൈക്കൊപ്പം നിൽക്കാനാണ് താല്പര്യം. ഒന്ന്, അവരുടെ ഹോം ഗ്രൗണ്ടാണ്. രണ്ട്, അവർ തുടർച്ചയായിട്ടുള്ള തോൽവികളിൽ നിന്നും ഒരു മികച്ച തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ഹോം ഗ്രൗണ്ടിന് മുന്നിൽ ഇപ്പം ലക്നൌവിനെ പോലെ പറയുന്ന കാര്യമല്ലല്ലോ. ഹോം ഗ്രൗണ്ടിന് മുന്നിൽ തിളങ്ങുക എന്നുള്ളത് മുംബൈക്കാരുടെ ആവശ്യമാണ്. മറുഭാഗത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ അവിടെ സഞ്ജു പെർഫോമൻസ് നടത്തണം. അതിലുപരി ധോണി മടങ്ങി വരികയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നൽകുന്ന ഒരു ഊർജ്ജം ആ ടീമിൽ പ്രവഹിക്കും എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് സഞ്ജുവിന്. അല്ലെങ്കിൽ പോട്ടെ, ഇന്ന് ചിലപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയായിരിക്കും ഒരു പക്ഷേ ക്ലിക്കാവാൻ പോവുക. അങ്ങനെയാണെങ്കിൽ തീർപ്പാർന്ന ഒരു പോരാട്ടം തന്നെയാണ് നമുക്ക് കാണുക. എങ്കിലും ഒരു ചെറിയ എഡ്ജ് മുംബൈക്ക് കൊടുക്കാനാണ് ആഗ്രഹം. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഒരു പ്രകടനം, നല്ലൊരു പ്രകടനം വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഉണ്ട് കേട്ടോ. മത്സരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് കൂടിയിട്ട് ഉറപ്പായിട്ടും സഞ്ജു തിളങ്ങട്ടെ. മുംബൈ ഫാൻസാണ് നമുക്ക് കൂടുതലുള്ളത്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ചെന്നൈ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തെറിവിളിയായിരിക്കും. എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീരമായൊരു മാച്ച് കാണാൻ കഴിയട്ടെ. എൽ ക്ലാസിക്കോ അതിൻ്റെ എല്ലാ രീതിയിലും വീറും വാശിയും നിറഞ്ഞൊരു മത്സരമാവട്ടെ. പ്രിയപ്പെട്ട സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകർക്കും ഒരുപാട് ഇക്കാര്യത്തിൽ സംസാരിക്കാനുണ്ടാവും. നിങ്ങളുടെ പ്രതീക്ഷകളും പ്രവചനങ്ങളും തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.